ഹേയ്, വെൽക്കം ടു സിസ് മാർക്കറ്റേഴ്സ്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്തൊക്കെയാണ്? നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. 1 ഫൗണ്ടേഷൻ റീസെറ്റ് ആയിരുന്നു, 2 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലാൻഡ്സ്കേപ്പ് എന്താണെന്നുള്ളതാണ്, 3 ബിഗിനേഴ്സും പ്രൊഫഷണൽസും എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ നേരം ആലോചിക്കുന്നത്, തിങ്കിങ് എബിലിറ്റി എങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയാലിറ്റി ചെക്കും അതുപോലെ തന്നെ നമ്മളൊരു മൈക്രോ ഡിസിഷൻ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, ആരൊക്കെ എന്തൊക്കെയാണ് കൃത്യമായിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഈ ഒരു സെഷനാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, ഒരാൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നതിൻ്റെ കാരണങ്ങൾ അവർ ലേസി ആയതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് അതിനകത്ത് സ്കില്ലില്ലാത്തത് കൊണ്ടോ അവർക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല എന്നുള്ള തോന്നൽ കൊണ്ടോ ഒന്നുമല്ല. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട് നമുക്കിന്ന്. ഇപ്പോൾ യൂട്യൂബ് വീഡിയോസിലൂടെ, റീൽസിലൂടെ ഒക്കെ പല വെബിനാറുകൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ഒക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയ ഒരു ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. മേ ബി ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഇൻഫർമേഷനാണ്. എന്നാൽ ഇൻഫർമേഷനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് എന്താണ്? ഡയറക്ഷനാണ്. അപ്പോൾ ഇൻഫർമേഷൻ മാത്രമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം റൈറ്റ് ഡയറക്ഷൻ, നമുക്കൊരു സ്ഥലത്ത് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അത് കരിയർ ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, എന്തൊരു സെക്ടർ, ഈവൻ ഇഫ് ഒരു പാസീവ് ഇൻകം സ്റ്റൈലാണെങ്കിൽ പോലും അതിന് റൈറ്റ് ഡയറക്ഷൻ കിട്ടണം. നമുക്കൊരു ഗൂഗിൾ മാപ്പ് ലൊക്കേഷനിൽ നമുക്കൊരു ലൊക്കേഷൻ കിട്ടിയാൽ നമ്മൾ റൈറ്റായിട്ട് ആ ഒരു പ്ലേസിൽ എത്തിച്ചേരും. ഇതേപോലെ നമുക്കും ഒരു ഡയറക്ഷൻ സെറ്റ് ചെയ്യാണ് ആദ്യം വേണ്ടത്. ഇനി ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഒറ്റ സ്കില്ലാണോ? അല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയതാണ്. അതിനകത്ത് നമുക്ക് സ്ട്രാറ്റജി ആൻഡ് റിസർച്ച് ഉണ്ടാവും. ഏതൊരു ബിസിനസ്സിന് വേണ്ടിയുള്ള സ്ട്രാറ്റജിയും റിസർച്ചസും ഒക്കെ നമ്മൾ കണ്ടെത്തണം. അതുപോലെ തന്നെ കോണ്ടന്റ് ക്രിയേഷൻ ഉണ്ടാവും, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉണ്ട്, പെയ്ഡ് അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, SEO ഉണ്ട്. SEOയുടെ തന്നെ പലതരം ന്യൂ വേർഷൻസ് ഉണ്ട്, AEO, GEO ഇതുപോലുള്ള പല കാര്യങ്ങളുണ്ട്. ഫണൽസ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നൊരു സെക്ടറുണ്ട്. അനാലിറ്റിക്സ് ഉണ്ട്, ഡേറ്റയും കാര്യങ്ങളും പഠിക്കുന്നതിനെ പറ്റി. അതുപോലെ തന്നെ AI പവേർഡ് വർക്ക് ഫ്ലോസും ഉണ്ട്. ഈ പറയുന്ന സെഗ്മെൻറ്റുകളിലെല്ലാം AIയുടെ ആവശ്യകതയും പല ഏരിയയിലും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചെടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളിതെന്തൊക്കെയാണ് കൃത്യമായി ഓരോ കാര്യത്തിനും വേണ്ടതെന്ന് മനസ്സിലാക്കി പഠിക്കുന്നതാണ് ആദ്യം വേണ്ടത്. SEOയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ SEOയിൽ തന്നെ ഓൺ പേജ് SEOയും ഓഫ് പേജ് SEOയും ഉണ്ട്. അതുപോലെ തന്നെ ആഡ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രിയേറ്റീവ്സും ടാർഗറ്റിംഗ് മെത്തേഡ്സും അതിനെ സ്കെയിൽ ചെയ്യാനുമുള്ള സ്കില്ല് നമുക്ക് ആവശ്യമാണ്. കോണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോപ്പി റൈറ്റിങ്ങും കണ്ടൻറ്റിൽ ഹുക്കും സ്റ്റോറി ടെല്ലിങ്ങും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ എല്ലാ മോഡ്യൂൾസും എന്ന് പറയുന്നത് ഒരു കരിയർ തന്നെയാണ്. അതായത് ഓരോ മോഡ്യൂളുകളിലും ഓരോ കരിയർ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാ മോഡ്യൂൾസും ഒരുമിച്ച് വർക്ക് ആകുമ്പോഴത്തേക്കും ഒരു ബിസിനസ്സിന് വേണ്ടുന്ന മാർക്കറ്റിംഗ് സ്കിൽസ് അവിടെ ഡെവലപ്പ് ആവും. അപ്പോൾ എല്ലാ മോഡ്യൂൾസും പതിയെയാണോ പഠിച്ചെടുക്കേണ്ടത്, അതോ നമ്മളിത് എങ്ങനെയാണ് പഠിച്ചെടുക്കേണ്ടത്? അപ്പോൾ നമുക്ക് കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ, പഠിച്ചെടുക്കേണ്ട രീതിക്കൊരു കൃത്യമായ സ്ട്രക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റായിട്ട് ഓരോ ബിസിനസ്സിനും കരിയറിനും ആവശ്യമുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഞാൻ ബിഗിനേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇന്ന് ഫേസ്ബുക്ക് ആഡ്സ് പഠിക്കുന്നു, എവിടെയെങ്കിലും പോകുന്നു, നമ്മൾ പഠിക്കുന്നു, ഫേസ്ബുക്ക് ആഡ്സ് പഠിക്കുന്നു, പിന്നെ അടുത്ത ദിവസം നമ്മൾ SEO പഠിക്കുന്നു, മേ ബി നമ്മൾ ക്യാൻവ പഠിക്കുന്നു, നമ്മൾ ഗൂഗിൾ ആഡ്സ് ചെയ്യാൻ പഠിക്കുന്നു. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പഠിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഒരു പ്രശ്നവും നടക്കുന്നുണ്ട്. അതായത് ഇൻഫർമേഷൻ ഓവർലോഡ് ആവുക എന്ന് പറയും. നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഓരോ സ്കില്ലിലും മാസ്റ്ററി ആവുന്നില്ല. നമുക്കതിനകത്തൊരു എക്സ്പെർട്ട് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മൾ മുന്നേ ഉള്ള ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അവിടെ എത്തില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷേ നമുക്ക് അതിനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ മോണിറ്റൈസ് എന്ന് പറയുന്ന വാക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെക്ടറിൽ ഉള്ളതാണ്. നമ്മളുടെ എന്തൊരു കഴിവാണെങ്കിലും വീഡിയോസ് ആണെങ്കിലും അതിനെ ഒരു റവന്യൂ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നതിനാണ് മോണിറ്റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇതിൻ്റെ കാര്യം എന്താണ്? നമ്മൾ എല്ലാത്തിൻ്റെയും പുറകെയാണ്. SEO ചെയ്യാമെന്ന് പറയുന്നു, അതുപോലെ തന്നെ ഗൂഗിൾ ആഡ് ചെയ്യാമെന്ന് പറയുന്നു, സോഷ്യൽ മീഡിയ ചെയ്യാമെന്ന് പറയുന്നു, കണ്ടൻറ്റ് ചെയ്യാമെന്ന് പറയുന്നു. ഇതെല്ലാം ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും ക്ലയൻറ്റോ അല്ലെങ്കിൽ കമ്പനിയോ ചോദിക്കും, നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുമോ, നിങ്ങൾ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമോ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും അത് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? നമുക്ക് പഠിച്ചെടുത്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുന്നോട്ട് പോയിരുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്, നമ്മുടെ ഒരു സ്കിൽ സെറ്റ് ഒക്കെ വെച്ചിട്ട്. അത് പതിയെ നമുക്കൊന്ന് പുറകിലേക്ക് പോകും. ഇത് പലരും അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണ്. പിന്നെ കിട്ടുന്നത് എന്താണോ അത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെയും നമുക്ക് എന്താണ്? നമുക്കൊരു റൈറ്റ് ഡയറക്ഷൻ ഇല്ലാതെ പോയി എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇതിനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തേ പറ്റുകയുള്ളൂ.
ഇനി എനിക്ക് ചോദിക്കാനുള്ള പ്രധാന ചോദ്യം, ഈ ഒരു സെഷൻ്റെ പ്രധാന ചോദ്യം എന്ന് പറയുന്നത് മൈക്രോ ഡിസിഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത്. ആക്ച്വലി നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇത് പഠിക്കുന്നത്? നിങ്ങളിത് പഠിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടിയാണോ, ഫ്രീലാൻസിങ്ങിന് വേണ്ടിയാണോ, അതോ നിങ്ങളുടെ ഓൺ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണോ, അതോ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഏജൻസിക്ക് വേണ്ടി ഒരു സ്ട്രാറ്റജി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയാണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? നിങ്ങളിപ്പോൾ ഒരു 5 പേരോ 10 പേരോ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ 10 പേരും ഇത് കാണുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിലുള്ള പല ഉദ്ദേശങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഗോൾസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. പക്ഷേ പലതരം ലേണിംഗ് പാത്തുമാണ് നമുക്ക് വേണ്ടത്. ഒരാൾക്ക് ജോലി വേണ്ടപ്പോൾ മറ്റൊരാൾക്ക് മാർക്കറ്റിങ്ങിലാണ് സ്കില്ല് വേണ്ടത്. അപ്പോൾ സെയിം കോഴ്സ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണെങ്കിലും, പക്ഷെ നമ്മളുടെ എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ കാര്യം നമ്മളെല്ലാവരും തിരിച്ചറിയണം. അപ്പോൾ ജോലിക്ക് വേണ്ടി പഠിക്കുന്ന ഒരാൾ എന്താണ് പഠിക്കേണ്ടത്, ബിസിനസ്സിന് വേണ്ടി പഠിക്കുന്ന ഒരാൾ എന്താണ് പഠിക്കേണ്ടത്, ഇത് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നോക്കരുത്. രണ്ടുപേരും രണ്ട് രീതിയിലാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഓരോ ടൂൾസും പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് പഠിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ വാട്സാപ്പ് ഓട്ടോമേഷൻ പഠിക്കുന്നത് അയാളുടെ ബിസിനസ്സിലേക്ക് വരുന്ന ലീഡ്സിനെ അയാൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണോ, അതോ അയാൾ വാട്സാപ്പ് ഓട്ടോമേഷൻ പഠിക്കുന്നത് ഇത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ടൂളാണെന്ന് മനസ്സിലാക്കി വെറുതെ പഠിക്കുകയാണോ? അപ്പോൾ ഇത് കരിയർ ഫോക്കസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ SEOയിലാണ് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയാൾ വാട്സാപ്പ് ഓട്ടോമേഷൻ്റെ പ്രോസസ്സിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കാനായിട്ട് അയാൾ ശ്രമിക്കേണ്ട കാര്യം അവിടെയില്ല. അയാൾക്ക് SEO പഠിക്കുകയും വാട്സാപ്പ് ഓട്ടോമേഷൻ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ മതി. മറിച്ച് അതൊരു ബിസിനസ്സുകാരനാണ് പഠിക്കുന്നതെങ്കിൽ അയാളുടെ ബിസിനസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട്, അയാളുടെ ബിസിനസ്സിലേക്ക് വരുന്ന ലീഡ്സിനെ ഓട്ടോമേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ആ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പഠിക്കുകയും അയാൾക്ക് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് റൈറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഹയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നോളജാണ് വേണ്ടതെന്ന് പഠിച്ചെടുക്കാനും വേണ്ടിയായിരിക്കാം അയാൾ വാട്സാപ്പ് ഓട്ടോമേഷനെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പേരും പഠിക്കുന്നത് ഒരേ കോഴ്സാണെങ്കിലും ഇവരുടെ രണ്ടുപേരുടെയും മൈൻഡ് സെറ്റ് രണ്ടാണെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്താണ്? ഇൻഫർമേഷൻ വിത്തൗട്ട് ഡിസിഷൻ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതായത് നിങ്ങൾക്കൊരു റൈറ്റ് ഡിസിഷൻ ഇല്ല എങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോബാണോ ബിസിനസ്സാണോ അതോ കരിയറാണോ എന്താണ് കാര്യമെങ്കിലും അത് നമ്മളുടെ ഒരു ഡിസിഷനാണ്. അപ്പം ആ ഡിസിഷൻ മനസ്സിലാക്കി, ഇൻഫർമേഷൻ വിത്തൗട്ട് ഡിസിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ പഠിക്കൂ, കാര്യങ്ങൾ പഠിക്കൂ, എന്തൊക്കെയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കൂ. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ഡിസിഷൻ മേക്സ് ക്ലാരിറ്റി. അപ്പം നമ്മളുടെ കരിയർ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ ബിസിനസ്സിന് എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് ടൂൾസാണ് പഠിക്കേണ്ടത്, ഏതാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഈ ക്ലാരിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് എവിടേക്ക് എത്തിച്ചേരും? റൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് എത്തിച്ചേരും. അതായത് നമ്മൾ എവിടെയാണോ സക്സസ് ആവേണ്ട ആ സ്ഥലത്തേക്ക് ഇത് എത്തിച്ചേരും. അപ്പോൾ ചിലർക്ക് ജോലിയായിരിക്കും ആവശ്യം, ചിലർക്ക് അവരുടെ ബിസിനസ്സിന് വേണ്ടുന്ന ടൂൾസ് ആയിരിക്കും പഠിക്കേണ്ടത്. അപ്പോൾ അവർ ആ ഒരു ഇൻഫർമേഷൻ റൈറ്റായിട്ട് ഗ്രാസ്പ് ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ ഒരു കാര്യമാണ് നമ്മളുടെ മൈക്രോ ഡിസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെഷനിൽ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഡിസിഷൻ എന്താണ്, ആക്ച്വലി നിങ്ങളുടെ ഡിസിഷൻ എന്താണെന്ന് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഈ കമൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോരുത്തരുടെയും ഡിസിഷൻ എന്ന് പറയുന്നത് വേറെയാണ്, അവരുടെ മൈൻഡ് സെറ്റ് വേറെയാണ്, പക്ഷേ എല്ലാവരും പഠിക്കുന്നത് ഒരേ കോഴ്സാണ്. അപ്പോൾ എല്ലാവരെയും പോലെ ചിന്തിക്കാതെ ഇത്തിരി വേറിട്ട് ചിന്തിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റ് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം.